പ്രതീക്ഷിക്കാത്ത പല വെറൈറ്റി കാഴ്ചകളാണ് ഇത്തവണത്തെ ട്രിപ്പിൽ കാണേണ്ടി വന്നത്. ആന, കരടി, കാട്ടുപോത്ത്, മാൻ തുടങ്ങി കടുവ വരെ വിഹരിച്ച് നടക്കുന്ന മുതുമല നാഷണൽ പാർക്കിനോട് ചേർന്ന് കിടക്കുന്ന മസിനഗുഡിയിലേക്കാണ് ഇന്നത്തെ യാത്ര. ലഗേജ് എല്ലാം സെറ്റ് ചെയ്ത് ഹിമാലയൻ കുറച്ചു നേരം സ്റ്റാർട്ട് ചെയ്ത് വെച്ചപ്പോഴാണ് വണ്ടിയിൽ നിന്ന് പുക പോകുന്നത് കണ്ടത്. കൂടെ ഒരു കരിഞ്ഞ മണോ. പിന്നെയാണ് മനസ്സിലായത് ഇതിനകത്ത് തവളസാർ ഇരിക്കുന്നുണ്ടായിരുന്നു, അതാണ് കരിഞ്ഞു പോയത്. എന്തായാലും അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ 9 മണിക്ക് തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. കണ്ണൂർ വയനാട് കണക്ട് ചെയ്യുന്ന ചുരങ്ങളിലൊന്നായ നെടുമ്പോയിൽ ചുരം വഴി വയനാട് കയറി ഗൂഡല്ലൂർ വഴി മസിനഗുഡി പിടിക്കാനാണ് പ്ലാൻ. ഒരു ഇടവേളക്ക് ശേഷം ട്രിപ്പ് പോകുന്ന സന്തോഷത്തിലാണ് ഞാൻ. അങ്ങനെ ചുരം കയറി തുടങ്ങി. മഴ കുറവായതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ വെള്ളമൊന്നുമില്ല. അങ്ങനെ വയനാട് കയറി. ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഉള്ളത് വയനാടാണ്, പക്ഷെ ഈ കല്ലിൽ കോട്ടയെന്നുള്ളത്. അതെന്താ അങ്ങനെ? കൊട്ടിയൂർ ഉത്സവത്തിന് പങ്കെടുക്കാൻ ഇഷ്ടം പോലെ കർണാടക വണ്ടികൾ പോകുന്നുണ്ട്. ഈ നെടുമ്പോയിൽ ചുരം വഴി പോകുമ്പോൾ വ്യൂ പോയിന്റ് കുറവാണെങ്കിലും റൈഡ് ചെയ്ത് പോകാൻ ഒടുക്കത്തെ വൈബ. ഒരു മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കും. നമ്മൾ അങ്ങനെ സുൽത്താൻ ബത്തേരി കയറി. ഇന്ത്യയിലെ തന്നെ ക്ലീനസ്റ്റ് ടൗണുകളിൽ ഒന്നാണിത്. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഒരു മുട്ടായി കടലാസ് പോലും കാണാൻ പറ്റൂല. കേരളം മുഴുവൻ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ എത്ര നന്നായേനെ. എവിടെ നോക്കിയാലും വേൾഡ് കപ്പിന്റെ ആഘോഷമാണ്. ഇത്തവണയെങ്കിലും പോർച്ചുഗൽ കപ്പടിക്കണം എന്നാണ് ആഗ്രഹം. അതല്ലേ അതിന്റെ ഒരു ശരി. നല്ല തണൽ നോക്കി വണ്ടി ഒന്ന് സൈഡാക്കി. ഇനി നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാം. ഇതുവഴി എപ്പോ പോകുമ്പോഴും ഈ പള്ളി നോക്കി ഇങ്ങനെ വണ്ടറടിച്ച് നിന്നു. അത്രയും വലിയൊരു പള്ളിയാണിത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴക്കാറായതുകൊണ്ട് ആദ്യമേ റെയിൻ ബാൻഡ് എടുത്ത് ഇട്ടതാ. ഇനി ഇതിന്റെ ആവശ്യം വരുന്നു തോന്നുന്നില്ല. നല്ല പൊരി വെയിലാണിപ്പോ. എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ജൂണിൽ ഇമാതിരി ചൂടും വെയിലും. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് കയറി. ഇത് വൈൽഡ് ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന റൂട്ടാണ്, അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം പോവാൻ. ബോർഡർ കടന്ന് തമിഴ്നാട് കയറി. നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് മരത്തിന്റെ മുകളിൽ ഇങ്ങനെ ഒരാളെ കണ്ടത്. ഒരു മലയണ്ണനാണ്. ആ മരത്തിലെ എന്തോ പഴം പൊട്ടിച്ചു കഴിക്കുന്ന തിരക്കിലാണ് മൂപ്പർ. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ നല്ല മലനിരകളുടെ വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി. അത് കണ്ടോ, അതിന്റെ നടുവിലൂടെ ഒരു വെള്ളച്ചാട്ടം ഒക്കെ ഒഴുകി വരുന്നുണ്ട്. ആ മലയുടെ അപ്പുറത്താണ് നമ്മുടെ ഊട്ടി. നല്ല സീനിക് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഗൂഡല്ലൂരെത്തി. ഇവിടുന്ന് നേരെ പോയാൽ ഊട്ടി പോകാം. നമ്മൾ ലെഫ്റ്റ് എടുത്ത് മുതുമലയിലോട്ട് വിട്ടു. ഫോറസ്റ്റ് കയറുന്നതിന് മുമ്പ് കണ്ട കാഴ്ചയാണിത്. ആരും പേടിക്കണ്ട, വല്ല കുരങ്ങന്റെ തലയോട്ടിയോ മറ്റോ ആയിരിക്കും. അങ്ങനെ മുതുമല നാഷണൽ പാർക്ക് കയറി. മുതുമലയെ പറ്റി പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിലൂടെയുള്ള ഒരൊറ്റ റൈഡിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക വൈൽഡ് ആനിമൽസിനൊക്കെ കാണാൻ പറ്റും. സൗത്ത് ഇന്ത്യയിൽ തന്നെ വൈൽഡ് ആനിമൽസിനൊക്കെ തൊട്ടടുത്ത് കണ്ടുകൊണ്ട് റൈഡ് ചെയ്യാൻ പറ്റിയ സീനിക് ആയിട്ടുള്ള റൂട്ടുകളിൽ ഒന്നാണിത്. ഇതിലൂടെ പോകുമ്പോൾ വേറെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ഇഷ്ടം പോലെ മാനിനെ കാണാൻ പറ്റും. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ അതാ നിൽക്കുന്നു ഒരു കൂട്ടം ആന. കുടുംബസമേതം ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ ട്രൈബ്സിന്റെ വീടുകളാന്ന് തോന്നുന്നു. കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോൾ ദാ വരുന്നു ഒരാന. ഇത് കാട്ടാനയല്ല, കുങ്കിയാനയാണ്. ഇവിടുന്ന് നേരെ പോയാൽ ബന്ദിപ്പൂരും, റൈറ്റ് കയറിയാൽ മസിനഗുഡിയാണ്. നമ്മൾ നേരെ റൈറ്റ് മസിനഗുഡിയിലേക്കുള്ള റോഡ് കയറി. മുമ്പിൽ ഇതുപോലെ മേഘം തൊട്ട് നിൽക്കുന്ന മലനിരകളും കണ്ടുകൊണ്ടുള്ള ഇതിലൂടെയുള്ള റൈഡ് ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ്. അങ്ങനെ മസിനഗുഡിയിൽ നമ്മൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിലെത്തി. ആനയും കരടിയും മാനും ഒക്കെ വരുന്ന പക്ക ഫോറസ്റ്റിന് നടുവിലുള്ള ഈ റിസോർട്ടിലാണ് അടുത്ത 3 ദിവസം താമസം. ടൈഗർ സൈറ്റിങ്ങിന് ഫേമസ് ആയിട്ടുള്ളതും കുറച്ച് അപകടം പിടിച്ചതുമായ മോയാറിന്റെയും സിംഗാരയുടെയും കാഴ്ചകളാണ് അടുത്ത വീഡിയോയിൽ.